The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back to the class. Hope you all are doing well. So before starting the new chapter, I would like to share a small story. Okay, so here is the story. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ 2 ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ആ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ ഓരോരോ കുടം അതിൽ കുറച്ച് ധാന്യങ്ങളും ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഈ കുടങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയ പാടെ ആദ്യത്തെ ശിഷ്യൻ എന്ത് ചെയ്തെന്നു, ആ ശിഷ്യൻ വേഗം പൂജാമുറിയിൽ കൊണ്ടുപോയി ഈ കുടം ഒരു പട്ട് തുണിയിലൊക്കെ പൊതിഞ്ഞ് പൂജാമുറിയിൽ വെച്ചു. ദിവസം അതിന് വിളക്ക് കത്തിച്ചും പൂക്കളൊക്കെ അർപ്പിച്ചും അങ്ങനെ പൂജിക്കാൻ തുടങ്ങി. പക്ഷെ 2ാമത്തെ ശിഷ്യൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ആ ശിഷ്യന് ഒരു കുറച്ച് കൃഷിസ്ഥലമുണ്ട്. ഓക്കെ, ആ കൃഷിസ്ഥലത്ത് ഈ ധാന്യങ്ങൾ കൊണ്ട് വിതച്ച് അതിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. ഗുരു തിരിച്ചെത്തിയിട്ട് ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ അന്ന് നിങ്ങൾക്ക് തന്ന ആ 2 കുടങ്ങൾ, നിങ്ങൾക്ക് തന്ന കുടങ്ങൾ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു. ഉടനെ ആദ്യത്തെ ശിഷ്യൻ പൂജാമുറിയിൽ പോയി ആ കുടം എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ പട്ട് തുണി, അതിൻ്റെ മേലെ പട്ട് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ, ആ പട്ട് തുണി എടുത്ത് മാറ്റിയത് അതിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങി. ഓക്കെ, പക്ഷേ 2ാമത്തെ ശിഷ്യൻ ഒരു കുടത്തിന് പകരം ഗുരുവിന് 100 കുടങ്ങളിലായിട്ട് ധാന്യങ്ങൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഗുരു പറഞ്ഞു, നീയാണ്, അതായത് 2ാമത്തെ ശിഷ്യനാണ് യഥാർത്ഥ ശിഷ്യൻ. കാരണം എന്താ, ആ കൊടുത്ത സാധനം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പക്ഷെ 2ാമത്തെ ആളോ അത് ഉപയോഗിച്ച് കൂടുതൽ ധാന്യങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ, നമുക്ക് കിട്ടുന്ന നോളജ് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് എടുത്തു വെക്കുകയാണോ വേണ്ടത്? അല്ല, അല്ലേ? അത് വെറുതെ മാർക്ക് കിട്ടാനുള്ള ഒരു കാര്യമല്ല. പക്ഷെ ആ അറിവ് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി ആ അറിവ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യും. ഓക്കെ, I would like to start the chapter with a quote of Sir Isaac Newton. അദ്ദേഹം പറഞ്ഞത്, If I have seen further than others, it is by standing on the shoulders of the giants. അതെന്താ, അദ്ദേഹത്തിന് മുന്നോട്ട് ഓരോരോ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിച്ചത് പണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചത് കൊണ്ട് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇപ്പം നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന നോളേജ് വെച്ച് നമ്മൾ പുതിയതായിട്ട് അത് അപ്ലൈ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ അവർ ന്യൂ ചാപ്റ്റർ ഇസ് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. Magnetic effects of electric current.
Okay, so already we have studied about effects of electric current in the first chapter, isn't it? നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ അടുത്ത് വെച്ചിരിക്കുകയാണ്. It is the magnetic effects of electric current. You all have studied about magnetism in your lower classes, isn't it? It's a property of substance to attract or repel objects, isn't it? And you have studied about magnetic field also, isn't it? What is magnetic field? The space around a magnet where its effect is felt. Okay, the space around a magnet where its effect or the magnetic effect is felt is known as magnetic field. Okay, and various properties of magnets also we have studied about poles, like like poles repel each other, unlike poles attract each other. All those things we have studied. Okay, so my question is, can you make an artificial magnet or a temporary magnet? Can you make? Yes, isn't it? We have studied about electromagnets, isn't it? So what are electromagnets? They are temporary magnets made with the help of electricity, isn't it? അതായത് കറണ്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യണ ആ സാധനത്തിനെ പറയുന്നതാണ് നമ്മൾ എന്ത് ഇലക്ട്രോ മാഗ്നറ്റ്. ആൻഡ് യു ഹാവ് ഓൾസോ സ്റ്റഡീഡ് ഹൗ ടു increase the strength of an electromagnet, isn't it? So which is can you tell me one simple method to make an electromagnet? Yes, take an iron nail, move copper wire over it, and if that copper wire is connected to a battery or when current starts flowing through it, what happens? That nail acts as a magnet. Is it clear? And look at this figure. First one, it is a bar magnet, and you can see the magnetic field around a bar magnet. Okay, that is the field line starts from the north pole and ends in the south pole. Is it clear? Now take the second case. What is that? It is a temporary magnet. It is an electromagnet, or else we can say it is a solenoid. That solenoid you will be studying in the coming classes. Okay, it is an electromagnet. When current passes through it, what happens? The electromagnet also acts as a magnet. Okay, and the field lines starts from the north pole and ends in the south pole. It behaves like a magnet itself. Only difference is it is temporary. That is, only when current passes through it, it behaves like a magnet. Okay, and the space around that magnet is known as magnetic field. Okay, now we have studied in your 9th standard about charges. Or what is current? Moving charges are known as current. Electric current is the flow of charges. Okay, that also we have studied. So one question, what happens when this charges or when current passes through a conductor? ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് around that a magnetic field is produced. Okay, that is, when current passes through a conductor, around that conductor a magnetic field is produced. This was first found out by a scientist known as Hans Christian Ørsted. Okay, this was found out by Hans Christian Ørsted. Actually, he unknowingly found out that. Accidentally കണ്ടുപിടിച്ചതാണ്. അതായത് ഒരു കറണ്ട് ഇങ്ങനെ ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന ടൈമിൽ
അടുത്ത് വെച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അദ്ദേഹം കൂടുതലായിട്ട് അതിനെ സ്റ്റഡി ചെയ്തിട്ട് he found out that when current passes through a conductor, around the conductor a magnetic field is produced. Okay, so now we'll just look at the illustration of Oester's experiment. Okay, let's do the illustration of Oester's experiment. For this we need a magnetic needle, a copper wire, insulated copper wire. What we are going to do is we are going to place the copper wire over the magnetic needle. Okay, now we are going to pass current through the copper wire. Okay, and you all know current always flows from the positive terminal to the negative terminal. Okay, now what happens, see to the compass needle. Look at the compass needle. We can see the needle deflects, isn't it? Look, note the direction of deflection. That red color indicates the north pole. Okay, in which direction it is deflecting? It is deflecting in the clockwise direction. Okay. Okay, now what we are going to do is we are going to reverse the direction of current. How will you reverse? That is, the positive and negative terminals are interchanged. Okay, so initially it was moving in the clockwise direction. Now see what happens when you reverse the direction of current. Okay, now the current is from right to left. Okay, look at that north pole. It is moving in the anti-clockwise direction, isn't it? The deflection has reversed. Is it clear? Now what we are going to do is we are keeping the compass over the wire. Okay, so initially it was moving in the anti-clockwise direction. Now you see the deflection of the magnetic needle? Yes, it is moving in the clockwise direction. now let us discuss the experiment given in your textbook. Okay, look at the circuit diagram. You can see a conductor is connected to a battery through a switch, isn't it? And a magnetic needle is kept below the conductor, isn't it? Take the case of first figure. Look at the first figure. And you know current always flows from positive to negative. So here the current is flowing from A to B, isn't it? Look at the deflection of the magnetic needle. There you can see one arrow mark, isn't it? Look at that deflection. In which direction is it deflecting? Whether it is moving in the clockwise direction or anti-clockwise direction. Yes, the magnetic needle is deflecting in the anti-clockwise direction. അതായത് current when the switch on ആക്കുന്ന സമയത്ത് when the current starts flowing through the conductor, what happens? A magnetic field is developed around that conductor. Okay, due to that magnetic field, what happens to that magnetic needle? The magnetic needle shows deflection. Okay, and look at the deflection. It is moving in the anti-clockwise direction. Just look at that arrow mark. Okay, now look at the second figure. Here what happened? The direction of current is reversed. Okay, the direction of current is reversed. Here you can see when the switch is on, the current starts moving from B to A. Okay, because A is connected to the negative terminal and B is connected to the positive terminal. Okay, so the current will be moving from B to A, and look at the deflection of the magnetic needle here. North pole of the magnetic needle is moving to the east. That shows it is moving in the clockwise direction.
Okay, it is moving in the clockwise direction. Can you tell me what is the reason for the change in deflection in both these circuits? In the first one, the current was flowing or the magnetic needle was moving in the anti-clockwise direction, whereas in the second figure, the magnetic needle is moving in the clockwise direction. What is the reason for the change in deflection? Because the direction of current is reversed. Okay. So, one table is given in your textbook. You have to complete that table. Okay. Next, listen here. What I am going to do is, I am going to keep this magnetic needle above the conductor. Assume that. Okay. So, this magnetic needle is conductor താഴെയാണ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് നീഡിലിനെ നമ്മൾ മുകളിൽ തൂക്കിയിടുകയാണ് നിൽക്കുന്നത്. ഫസ്റ്റത്തെ കേസ് നോക്കൂ. കറണ്ട് എങ്ങനെയാണ് അല്ല മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയാണ് മൂവ് ചെയ്യണത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ മാഗ്നറ്റിക് നീഡില് മുകളിലാണെങ്കിൽ ഇതേപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കുമോ മൂവ് ചെയ്യുക? ആയിരിക്കും. ഇവിടെ നോക്കൂ, മാഗ്നറ്റിക് നീഡിലിന്റെ അടുത്ത് കറണ്ട് എന്ന് ബിയിലോട്ടാണ്, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ ഈ മാഗ്നറ്റിക് നീഡിലിനെ നമ്മൾ മുകളിലാണ് വെക്കുന്നത് എങ്കിൽ what will be the direction of current? It is from right to left. The direction of current is reversed. So what will happen to the deflection of the magnetic needle? Yes, the magnetic needle also deflects in the opposite direction. അതായത് here it is moving in the anti-clockwise direction, but when this magnetic needle is kept at the top, you can see the magnetic needle deflects in the clockwise direction. Okay, same is the case in the second one. Here, when the magnetic needle is kept below the conductor, it is moving in the clockwise direction, but when it is kept at the top, you can see it will be moving in the anti-clockwise direction. What is the reason for the change in deflection of the magnetic needle? Yes, because here the direction of current is changed. Okay, so when the direction of current is changed, what happens to the direction of deflection? The deflection also changes. Okay, now how can you find out the direction of the magnetic field? Can you find out the direction of magnetic field? Yes. Let's do an activity to find out the direction of magnetic field. Let's do an activity to find out the magnetic field around a straight conductor. Okay, so first for that, take a cardboard and cover it with a white sheet of paper. In the middle of the cardboard, you are making a hole. Okay, pass a thick wire and connect the ends of that conductor to a battery. So what happens? Current starts flowing through that conductor. Look at the direction of flow of current. It is from top to bottom. If we are placing a magnetic needle and if we are plotting the magnetic flux lines, we can see the flux lines moves in the clockwise direction. Okay, now what we are going to do is we are reversing the current. Okay, now see, the current is flowing from bottom to top. So what will happen to the direction of flux lines? The direction of flux lines also changes. It moves in the anti-clockwise direction. Okay, and if we are increasing the number of cells, the number of flux lines also increases. Now tell me, how will you find out the direction of flux lines around a straight conductor? How can we find the magnetic field around a straight conductor? This can be found out using right hand thumb rule. Okay, so for that you can state the rule like this. Hold the current carrying conductor in your right hand such that
the thumb shows the direction of current. ഓക്കെ, ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത് അത് ആ ഡയറക്ഷനിലായിരിക്കണം നമ്മുടെ തമ്പ് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്. സോ ദ അതർ ഫിംഗേഴ്സ് എൻസർക്ലിംഗ് ദ കണ്ടക്ടർ ഷോസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മറ്റേ 4 ഫിംഗേഴ്സ് ആയിരിക്കും അതെങ്ങനെയാണോ നമ്മൾ പിടിച്ചിരിക്കുന്നത് ദാറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. So here in this figure the current is flowing in the upward direction and the magnetic field lines are moving in the anti-clockwise direction. Look at this, the arrangement of a conductor inserted in the cardboard is shown. Okay, here ABCD is a conductor. It is connected to a battery through a switch and a rheostat. Okay, so when the switch is on, what will happen? Yes, the current starts flowing through the conductor, and you know current flows from the positive terminal to the negative terminal. So here the current will be flowing from A to B, that is in the upward direction. So here the current goes like this, and here from C to D, and it reaches the negative terminal. Okay, these X and Y are the portions that is coming in contact with the conductor. Sorry, it's not conductor, coming in contact with the cardboard. Okay, now you have to tell me in which direction the magnetic field will be moving here. That is, you have to tell me the direction of magnetic field along the conductor AB in this portion, in which direction the magnetic field will be moving. It can be found out by right hand rule. So here, according to right hand rule, how you have to hold the conductor? You have to hold the conductor in the position of the, that is, the thumb should point to the direction of the current. Okay, suppose this is a conductor. Let this be a conductor. Okay, and here the current is flowing from bottom to top. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പെണ്ണിന്റെ താഴെ നിന്ന് മുകളിലോട്ടാണ് കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കുക. So to find out the direction of the magnetic field, how you have to hold the conductor? You have to hold the conductor in such a way that the thumb should point to the direction of current. Okay, so here the current is flowing in the upward direction. So you have to hold the conductor like this. Okay, so the thumb points to the direction of current and the other fingers represents the direction of magnetic field. So magnetic field will be moving in this direction, anti-clockwise direction. Okay, so another question. How you have to hold the conductor if the current is moving from top to bottom? Okay, that is, if this area is connected to the positive and this area is connected to the negative. At that time, the current will be flowing from the top to bottom, isn't it? At that time, how you will hold the conductor? The thumb should point to the direction of current. So you have to hold the conductor like this. The current is flowing in the downward direction. And look at the direction of deflection. It is moving in this direction. Okay, like this way we can find out the direction of magnetic field. This rule is known as right hand rule. Now, tell me, take the case here. The current is moving from A to B. So here, what will be the direction? How the magnetic field will be moving here? You have to hold the conductor like this because the current is moving in the upward direction like this. Okay, that is, the direction of magnetic field will be in this position. Then circular patterns you will be getting. And when it reaches here the current is moving from C to D. Here how you will be holding? Like this. Okay. The other fingers encircle gives the direction of magnetic field. So here the magnetic field will be moving in this direction. Okay, you will be getting a circular pattern around here. Okay, but the direction of magnetic field will be reversed. Understood? How to find out a magnetic field around a conductor?
can be found out by right hand rule. So we can state the right hand rule. Yes. Imagine you are holding a current carrying conductor with your right hand in such a way that the thumb points in the direction of current. The direction in which the other fingers encircle the conductor gives the direction of magnetic field. So, one thing you have to keep in mind, you have to hold the conductor in the direction of current. That is, the thumb should point to the direction of current. Okay, and the same rule is also known as right hand screw rule. Okay, we have seen screw. Screw കണ്ടിട്ടില്ലേ? ആ സ്ക്രൂവിനെ നമ്മൾ എങ്ങനെയാണ് തിരിക്കുക? അതിനെ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. See, if a right hand screw is rotated in such a way that its tip advances along the direction of current in the conductor. അതായത് അതിന്റെ ടിപ്പ്, ആ സ്ക്രൂവിന്റെ ടിപ്പ് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? It rotates in the direction of current. Then the direction of rotation of the screw gives the direction of magnetic field around the conductor. Once again, if a right hand screw is rotated in such a way that its tip advances along the direction of current in the conductor, then the direction of rotation of the screw gives the direction of the magnetic field around the conductor. Okay, see here, suppose this is a screw. Okay, സ്ക്രൂവിന്റെ അറ്റം ടിപ്പ് നല്ല ഷാർപ്പ് ആയിരിക്കും അല്ലേ? ഈ സ്ക്രൂവിനെ നമ്മൾ എങ്ങനെ പിടിക്കണം? ഇവിടെ ആ സ്ക്രൂവിന്റെ ടിപ്പ് കറന്റിന്റെ ഡയറക്ഷനിൽ പിടിക്കും. അപ്പൊ നമ്മള് റൈറ്റ് ഹാൻഡില് ഇങ്ങനെ പിടിച്ചു. ഇതിൽ നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്യും? ഇങ്ങനെ ടൈറ്റ് ചെയ്യും അല്ലേ? സോ ദാറ്റ് ഷോസ്, ആ തിരിക്കുന്നത് that shows the direction of magnetic field. Okay, is it clear? What is right hand rule, or how can you find out the direction of magnetic field around a conductor? Okay, so today we have discussed on electromagnet, magnetic field, and what happens when current passes through a conductor. Isn't it? That is, magnetic field is produced, and how can you change the direction of deflection, and how to find out the magnetic field around a conductor. That is right hand rule or right hand screw rule. Okay, so since it is a new concept, try to study today itself, and if you have any doubt, you can contact me. Okay, so see you in the next class with a new topic. Bye.